ട്രെയിനിൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ വയോധികൻ മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥിനി. പരാതി നൽകിയിട്ടും തിരുച്ചിറപ്പള്ളി പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് വിദ്യാർത്ഥി 24നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥിനിക്ക് ദുരനുഭവം ഉണ്ടായത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരേ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വയോധികൻ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറുകയായിരുന്നു. ഫോൺ ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചില്ല. ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെയായിരുന്നു മർദ്ദനം. സംഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് തിരുച്ചിറപ്പള്ളി പോലീസ് ചെയ്തതെന്നും വിദ്യാർത്ഥിനി 24നോട്. ഞങ്ങളുടെ കംപ്ലൈന്റ് ബേസിൽ വന്നിട്ടുള്ള പോലീസുകാരാണ് എന്ന് പറഞ്ഞ് രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു. അവർ ട്രെയിനിന്റെ ഏറ്റവും മുൻവശത്ത്, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ മുന്നിലായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. S3 കമ്പാർട്ട്മെന്റ് എന്ന് മെൻഷൻ ചെയ്താണ് ഞാൻ എൻ്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നേരം പോലീസുകാർ ട്രെയിനിന്റെ മുൻവശത്ത് വന്ന് നിന്നാൽ ഈ പ്രതിക്ക് ഓടിപ്പോവാനുള്ള ഒരു വഴി അവർ തന്നെ തുറന്നു കൊടുക്കുകയല്ലേ. ഈ സ്റ്റേഷൻ എത്തിയ ഉടനെ എടുത്തു ചാടി പുള്ളി ഇറങ്ങി ഓടുന്നത്. ഈ പോലീസുകാർ അന്നേരം പറയുന്നത് അയാൾ ഇനി ഓടിയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ. ഇത് കൃത്യമായിട്ട് ഒരു സീറ്റ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡീറ്റെയിൽസ് എന്തായാലും റെയിൽവേയിൽ കാണും. ട്രെയിനിലുണ്ടായ അതിക്രമങ്ങളിൽ നിയമപോരാട്ടം തുടരുമെന്നും വിദ്യാർത്ഥിനി. ഞാൻ റെയിൽ മദതിൽ കൊടുത്ത കംപ്ലൈന്റ് ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടില്ല. അവർ തന്നെ കംപ്ലൈന്റും ക്ലോസ് ആക്കിയിരിക്കുവാണ്. ഞാൻ ആ കംപ്ലൈന്റും ക്ലോസ് ആക്കിയിട്ടില്ല. അവർ കംപ്ലൈന്റ് ക്ലോസ് ആക്കി അവർ ഇതെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ്. TTR ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ആ കമ്പാർട്ട്മെന്റിൽ വന്നിട്ടില്ല. അതേസമയം വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ റെയിൽവേ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ട്രെയിനിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് റെയിൽവേ പറയുമ്പോഴാണ് വീണ്ടും ഒരു പെൺകുട്ടിക്ക് നേരെ കൂടി അതിക്രമമുണ്ടാകുന്നത്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.